സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വൻ കുതിപ്പ്. തിങ്കളാഴ്ച ഒരു പവൻ സ്വർണത്തിന് 760 രൂപ വർദ്ധിച്ച് 72,120 രൂപയായി. ഈ വർഷം രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന നിരക്കാണിത്. 1 ഗ്രാം 22 കാരറ്റ് സ്വർണത്തിന് 9,051 രൂപയും 1 ഗ്രാം 24 കാരറ്റ് സ്വർണത്തിന് 9,835 രൂപയുമാണ്. ഈ മാസം ഏറ്റവും കുറവ് സ്വർണ്ണ നിരക്ക് രേഖപ്പെടുത്തിയിരുന്നത് ഏപ്രിൽ 8-നായിരുന്നു. അന്ന് പവന് 65,800 രൂപയും ഗ്രാമിന് 8,225 രൂപയുമായിരുന്നു. സ്വർണത്തിന് ഡിമാൻഡ് കൂടിയതാണ് വിലയിലെ കുതിപ്പിന് പ്രധാന കാരണം. വിവിധ രാജ്യങ്ങൾ ചുമത്തിയ തീരുവ താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു. അതേസമയം UAEയിലും സ്വർണ്ണവില റെക്കോർഡിൽ തന്നെയാണ്. ഇതോടെ 1 ഗ്രാം 24 കാരറ്റ് സ്വർണത്തിന് 405 ദിർഹത്തിലധികം നൽകണം. അതായത് ഏകദേശം 9,400 രൂപ. ഗ്രാമിന് 375.25 ദിർഹം എന്ന നിരക്കിലാണ് 22 കാരറ്റ് സ്വർണത്തിന്റെ വിൽപ്പന. ഒരാഴ്ചയ്ക്കിടെ മാത്രം 17.75 ദിർഹത്തിന്റെ വർധനവാണ് സ്വർണ്ണ വിലയിലുണ്ടായത്. 21 കാരറ്റ് സ്വർണത്തിന് 360 ദിർഹവും 18 കാരറ്റ് സ്വർണത്തിന് 308.5 ദിർഹവുമാണ് ഗ്രാമിന് വില. US-ഉം മറ്റു രാജ്യങ്ങളുമായുള്ള താരിഫ് യുദ്ധം കൂടുതൽ രൂക്ഷമാവുകയാണെങ്കിൽ ദുബായിലും സ്വർണ്ണവില റെക്കോർഡിൽ എത്തുമെന്നാണ് പ്രവചനമുണ്ടായിരുന്നത്. താരിഫുകളെക്കുറിച്ചുള്ള ആശങ്കകളും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഫെഡറൽ റിസർവിനെതിരായ വിമർശനവും വിപണികളെ ബാധിച്ചതോടെ ഏഷ്യയിൽ സ്വർണ്ണവില ഔൺസിന് 3,370.17 എത്തുകയും ചെയ്തിരുന്നു. ഇത് ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് പ്രവചനങ്ങൾ പറയുന്നത്. അമേരിക്കയും ചൈനയുമായുള്ള വ്യാപാര യുദ്ധം ശക്തി ആർജിച്ചതിനാൽ നിക്ഷേപകർ സുരക്ഷിതത്വം തേടി സ്വർണം വാങ്ങിക്കൂട്ടിയതോടെ രാജ്യാന്തര വിപണിയിൽ വില ഉയർന്നു. സാമ്പത്തിക അനിശ്ചിതത്വ കാലയളവിൽ നിക്ഷേപകർക്ക് മനസ്സുറപ്പിച്ച് വിശ്വസിക്കാമെന്നതാണ് സ്വർണത്തിന്റെ ഏറ്റവും വലിയ ശക്തി. അതിനാൽ തന്നെ വൻകിട നിക്ഷേപകരും വിവിധ കേന്ദ്ര ബാങ്കുകളും സ്വർണ്ണ ശേഖരം വർദ്ധിപ്പിക്കുകയാണ്. അമേരിക്കൻ ഡോളറിലും കടപ്പത്രങ്ങളിലും വിശ്വാസം കുറഞ്ഞതോടെ വിദേശ നാണയ ശേഖരത്തിലും ഡോളറിന് പകരം സ്വർണം ഇടം നേടുന്നു. അതേസമയം സ്വർണ്ണവില വർദ്ധിച്ചതോടെ കേരളത്തിലെ കടകളിൽ തിരക്ക് വളരെ കുറവാണ്. സംസ്ഥാനത്തെ പല കടകളും അടച്ചുപൂട്ടേണ്ട അവസ്ഥയിലാണെന്ന് സ്വർണ്ണ കച്ചവടക്കാരുടെ അസോസിയേഷൻ ഭാരവാഹികൾ പറയുന്നു. വില വർധനവ് ഇങ്ങനെ തുടർന്നാൽ വിവാഹ ചടങ്ങുകളിൽ നിന്ന് സ്വർണം അപ്രത്യക്ഷമാകുന്ന കാലം അധികം വൈകാതെ വന്നേക്കാം. സ്വർണ്ണവില വർദ്ധിക്കുന്നത് ഉപയോക്താക്കൾക്ക് ഒരു പരിധിവരെ നേട്ടമാണ്. എന്നാൽ വിവാഹം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കായി ഒരുങ്ങുന്നവർക്ക് നഷ്ടമാണ്. രാജ്യത്ത് ജനങ്ങളുടെ കൈവശമുള്ള സ്വർണത്തിനും മൂല്യമുയരുകയാണ്. 25,000 ടണ്ണിലധികം സ്വർണമാണ് ഇന്ത്യയിൽ ജനങ്ങളുടെ കൈവശമുള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ വികസിത രാജ്യങ്ങളായ അമേരിക്ക ഉൾപ്പെടെയുള്ള 10 രാജ്യങ്ങളുടെ റിസർവ് സ്വർണത്തേക്കാൾ കൂടുതലാണിത്. രാജ്യത്ത് പൗരന്മാരുടെ കയ്യിൽ സ്വർണം കൂടുതലുള്ളത് മലയാളികൾക്കാണ്. യുക്രൈൻ റഷ്യ സമാധാന ചർച്ചകളുടെ പശ്ചാത്തലത്തിൽ ഈ ആഴ്ചയിൽ സ്വർണ്ണവില കുറയുമെന്നാണ് പ്രതീക്ഷിക്കപ്പെട്ടത്. പ്രതീക്ഷിച്ചതിന് വിപരീതമായാണ് സംഭവിച്ചതെങ്കിലും വെടിനിർത്തൽ കരാർ സംബന്ധിച്ച ശുഭസൂചനകൾ വരുന്നതോടെ സ്വർണ്ണവില കുറയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്നാൽ ആഗോള വിപണിയിൽ സ്വർണ്ണവില ഇനിയും ഉയർന്നേക്കാമെന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത്. ഔൺസിന് 3,400 തൊടുമെന്ന പ്രവചനവുമുണ്ട്. മാർച്ച് പകുതിയോടെ ഔൺസിന് വില $3,000 ആയിരുന്നു. ഇതാണ് ഒറ്റയടിക്ക് 3,200 പിന്നീട് 3,370 ഇങ്ങനെയാണെങ്കിൽ $3,354 എന്നത് 3,370 തൊടാൻ അധികം സമയം വേണ്ടി വരില്ല എന്നാണ് വിദഗ്ധർ പറയുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.